നിയമസഭയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ SIR വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIR നടപ്പാക്കാനുള്ള നീക്കം നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ച് പറഞ്ഞു. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ്. ബീഹാറിൽ നടന്ന SIR പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ്. പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ SIR പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിഴലിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൂടെ നടക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. നിയമസഭയിൽ നിന്ന് കമലേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. കമലേഷ്, SIR പ്രക്രിയക്കെതിരെ രാജ്യത്തെ വലിയ വിഭാഗം ജനവിഭാഗങ്ങളുടെ ആശങ്കയും സംശയങ്ങളും ഒക്കെയാണ് ഇന്ന് കേരള നിയമസഭ പ്രമേയമായി അവതരിപ്പിച്ചത്. പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ, ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ നിലപാട്, ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. എന്തായിരുന്നു ഇന്ന് സഭയിൽ SIR-നെതിരായ പ്രമേയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്? മനു, SIR-നെതിരെ, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഒരു വികാരമാണ് ഇന്ന് സഭയുടെ ഒരു പൊതുവികാരമാണ് ഇന്ന് ഈ പ്രമേയത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ് SIR-നെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിപക്ഷം ഇതിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷവും സ്വീകരിച്ചത്. പ്രധാനമായും ഈ ഈ പ്രമേയം പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സംസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് SIR നടപ്പാക്കുന്നതിൽ ചില സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിനെ അങ്ങനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്ന ഒരു ആരോപണമാണ് പ്രധാനമായും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉൾപ്പെടെ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ഈ ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ നിലയിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് സ്വാഭാവികമായും കഴിഞ്ഞ ഈ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ച ഘട്ടം മുതൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ SIR-നെതിരെ വരുമ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ദേശീയ പൗരത്വ രജിസ്റ്റർ, അതായത് നേരത്തെ തന്നെ നടപ്പാക്കാൻ ഒരുങ്ങിയ ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ SIR രൂപേണ നടപ്പാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ്. അതോടൊപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് അത് നടത്തുമ്പോൾ അതിനകത്ത് നിഷ്കളങ്കമായി അതിനെ കാണാനാവില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ഈ പ്രതിപക്ഷം ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം ചില കാര്യങ്ങളിൽ, ചില ക്ലോസുകളിൽ ചില ഭേദഗതികൾ കൂടി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിലിപ്പോൾ സഭ ഐക്യകണ്ഠേന ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രമേയം, അത് സംസ്ഥാനത്ത് നിലവിൽ നടപ്പാക്കരുത് എന്ന പ്രമേയം നിയമസഭ പാസാക്കിയിരിക്കുന്നത്. മനു.